കെ സുധാകരൻ മുൻ KPCC അധ്യക്ഷൻ പ്രതികരിക്കും. ഇപ്പോൾ വൈകും തോറും പാർട്ടിയും കൂടുതൽ ഒരു പക്ഷേ ആ ഉത്തരം പറയേണ്ട സാഹചര്യവും കൂടുതലാണ്. അപ്പൊ നടപടി അങ്ങനെ നീട്ടുന്നത് ശരിയാണോ? അതെ, അതാ പറഞ്ഞ അതിനൊക്കെ ബന്ധപ്പെട്ട ആളുകളുണ്ട്. അവരാണ് അതിനെക്കുറിച്ചിട്ട് ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് അടിയന്തരമായും തീരുമാനം പ്രഖ്യാപിക്കണം. അത് പാർട്ടിയുടെ ഉന്നത നേതൃത്വം തീരുമാനമെടുക്കേണ്ടതാണ്. അധികം നീട്ടിക്കൊണ്ടുപോകാതെ അതിനൊരു പരിഹാര നടപടി അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാക്കണം എന്നാണ് എന്റെ അഭിപ്രായം. പാർട്ടി അല്ല, അതുണ്ടാവുമല്ലോ, സ്വാഭാവികമല്ലേ. ഒരു വിഷയത്തിന്റെ അകത്ത് ഒരു തീരുമാനം എടുക്കുമ്പം ആ സ്വാഭാവികമായും അത് എടുക്കേണ്ടുന്ന തീരുമാനമല്ലേ എടുക്കേണ്ടത്. തെറ്റായ തീരുമാനം എടുക്കാൻ പാടില്ലല്ലോ. അപ്പൊ അതിനെക്കുറിച്ചിട്ട് ചർച്ച നടത്തി ശരിയെന്ന് തോന്നുന്ന തീരുമാനം പാർട്ടി എടുക്കുക എന്നതാണ് ഏറ്റവും കാലോചിതമായ അല്ലെങ്കിൽ സമയോചിതമായ കാര്യം. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒരുപക്ഷെ നടപടി വന്നു കഴിഞ്ഞാൽ മാറ്റിയേക്കും. പക്ഷെ ഇങ്ങനെ ആരോപണം നേരിടുന്ന പെൺകുട്ടികളെ നിരന്തരമായി ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ MLA സ്ഥാനത്ത് തുടരാനാകും? അതും ഒരു ചോദ്യമല്ലേ? അല്ല, അതൊക്കെ തീരുമാനിക്കേണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം വസ്തുനിഷ്ഠമായ കാര്യങ്ങളെ കുറിച്ച് ചർച്ച നടത്തി ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിലാണ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ. അതൊന്നും വ്യക്തത വന്നിട്ടില്ല ഇതുവരെയും. അതൊന്നും നേരെ ചൊവ്വേ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞു, ആരെങ്കിലും ആക്ഷേപം പറഞ്ഞു എന്നതല്ലാതെ അതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ച് ഇത് ശരിയാണ് എന്നത് എവിടെ എത്തിയിട്ടൊന്നുമില്ല. അതിന് ശരിയാകാൻ വന്നാൽ ശരിയാണ് എന്ന് നിലക്ക് വന്നാൽ പാർട്ടി തീരുമാനമെടുക്കും. അല്ല, ഒരു എമർജൻസി ഒന്നുമല്ല ഈ കേസ്. അത്ര എമർജൻസി ഒന്നുമല്ലല്ലോ ഈ കേസ്. പാർട്ടി നേതാക്കന്മാരുടെ സൗകര്യാർത്ഥം സംസ്ഥാന തലത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം ആ തീരുമാനം വരും വിത്തിൻ എ കപ്പിൾ ഓഫ് ഡേയ്സ്. ഓക്കെ, അതൊക്കെ ഒരു ചർച്ച ചെയ്യുമ്പം അതിൻ്റെ അകത്ത് വരുന്ന റൈറ്റ് ആൻഡ് റോങ് വിലയിരുത്തുമ്പോഴാണ് ശരിയോ തെറ്റോ എന്നതിനെ കുറിച്ചിട്ട് തീരുമാനം വരിക. ഉണ്ടെങ്കിൽ അത് പാർട്ടി സീരിയസ് ആയി എടുക്കും. മുതിർന്ന കോൺഗ്രസ് നേതാവ് മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ അദ്ദേഹത്തിന്റെ പ്രതികരണം നൽകുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി എടുക്കേണ്ട ഒരു സംവിധാനമുണ്ട്. അവർ അത് പരിശോധിച്ച ശേഷം നടപടി സ്വീകരിക്കും. അത് തിടുക്കത്തിലെടുക്കേണ്ട ഒരു തീരുമാനം ആണെന്ന് തോന്നുന്നില്ല, മറിച്ച് ഈ കാര്യങ്ങൾ പരിശോധിക്കട്ടെ എന്നാണ് കെ സുധാകരന്റെ പ്രതികരണം വന്നിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ നടപടി ഉണ്ടാകും എന്നാണ് നമ്മൾ കരുതേണ്ടത്. കൂടുതൽ സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികളുമായി രംഗത്ത് വരുന്ന സാഹചര്യം, അതോടൊപ്പം തന്നെ ലൈംഗിക പീഡന ആരോപണങ്ങൾ രാഹുലിനെതിരെ ഉയർന്ന പശ്ചാത്തലം, രാഹുലിനെതിരെ നിരവധി സ്ത്രീകൾ പരാതിപ്പെട്ടിട്ടും നേതൃത്വം നടപടിയെടുത്തില്ല, സംരക്ഷണ വലയം ഒരുക്കി എന്ന ആക്ഷേപം, ഇത് ഇനി പ്രതിരോധിച്ചു നിർത്താൻ കഴിയാത്ത തരത്തിലുള്ള ഒന്നായി സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ മാറിയിട്ടുണ്ട്. മാത്രമല്ല, ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ ഉചിതമായ നടപടി ഉടൻ തന്നെ രാഹുലിൽ നിന്ന് രാജി വാങ്ങണം, അതല്ലെങ്കിൽ രാഹുലിനെ പുറത്താക്കണം എന്ന ഒരു നിർദ്ദേശം പോലും ഹൈക്കമാൻഡിൽ നിന്നുണ്ടായി എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. ഇക്കാര്യം സ്ഥിരീകരിക്കേണ്ടതാണ്. പക്ഷേ എപ്പോഴാണ് നടപടി എന്ന കാര്യത്തിൽ ഒരു മറുപടി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇതുവരെ നൽകിയിട്ടില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.